അപ്പോൾ ഫ്രണ്ട്സ്, ഇതാ ഞാൻ ഇന്നലത്തെ പോലെ തന്നെ രാവിലെ ടെറസിൽ കയറി കേട്ടോ. ഒരു 6:15 സമയമായി. വേറൊന്നുമില്ല, നല്ല മഴയായിരുന്നു രാത്രി. അപ്പോൾ ആ ഒരു ഭംഗി ആസ്വദിക്കണമെങ്കിൽ, കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ഭംഗി ആസ്വദിക്കണമെങ്കിൽ ടെറസിൽ തന്നെ പോകണം. മൊത്തം പ്രകൃതിയും കാണാൻ പറ്റും, ചെടികളെയും കാണാൻ പറ്റും. ചെടികൾക്കൊക്കെ ഒരു ഭംഗി കൂടുതലായിരിക്കും കേട്ടോ. മഴ നനഞ്ഞ ആ ഒരു ഇതിൽ എൻ്റെ മുല്ലയൊക്കെ ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് മയിലിൻ്റെ ആ കരച്ചിലും കേൾക്കാൻ പറ്റുമേ. കേട്ടില്ലേ? ഇതാ ഈ ഫ്ലവർ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. നല്ല ഭംഗിയാണത് കാണാൻ. സൂര്യൻ ഇങ്ങനെ പതുക്കെ ഉദിച്ച് വരുന്നതേ ഉള്ളൂ. പൂക്കൾ, മുല്ല നല്ലോണം വിരിഞ്ഞു, ചെമ്പരത്തിയൊക്കെ വിരിയുന്നേ ഉള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു മുല്ല പറിച്ചെടുക്കാമെന്ന്. ഒരു പ്രത്യേകതരം വൈബാണ് കേട്ടോ. ഞാൻ നല്ലോണം എൻജോയ് ചെയ്യും ഇതുപോലത്തെ സിറ്റുവേഷൻസ്. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പ്രകൃതി ഭംഗി ആസ്വദിക്കാനും, അതുപോലെ പൂക്കളും ആ രാവിലെ കുളിച്ച് വിളക്കൊക്കെ വെച്ച് വന്ന ആ ഒരു കംപ്ലീറ്റ് പോസിറ്റീവ് വൈബും മൈൻഡ് സെറ്റും ഒക്കെ ഞാൻ നല്ലോണം എൻജോയ് ചെയ്യും. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ പൂക്കളിങ്ങനെ, എനിക്കാണെങ്കിൽ ഇപ്പം മുല്ലപ്പൂ കുറേ വിരിഞ്ഞിട്ടുമുണ്ട്. ആദ്യമാണെങ്കിൽ ഒരു പൂ പോലും എനിക്ക് കിട്ടില്ലായിരുന്നു. നല്ലവരും പറിച്ചുകൊണ്ട് പോകും, പിന്നെ ബാക്കി പശുവും തിന്നുമായിരുന്നു. ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടും ആരും എന്നെ ശല്യപ്പെടുത്താനില്ല, മൊത്തമായിട്ടും എനിക്ക് എടുക്കാം. ആ ഒരു സന്തോഷമുണ്ട്. അപ്പോൾ എല്ലാം ഇങ്ങനെ പറിച്ചെടുത്ത്, നല്ല മണമുള്ള ചക്കമുല്ല അല്ലെങ്കിൽ അടുക്കുമുല്ല എന്ന് പറയില്ലേ, അതാണ്. അപ്പോൾ അതെല്ലാം ഇങ്ങനെ പറിച്ചെടുത്തു. ചെമ്പരത്തി ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ പാതി വിരിയുന്നേ ഉള്ളൂ. ഇച്ചിരി കഴിഞ്ഞിട്ട് വന്ന് പറിക്കാം, നല്ലോണം ഒന്ന് വിരിയട്ടെ. അപ്പോൾ ഉള്ള മുല്ലപ്പൂ ഞാനിങ്ങനെ പൂജാ റൂമിൽ കൊണ്ട് വെക്കണം. ബൈ.